ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. പരീക്ഷാകാലാണ്, ചോദ്യങ്ങൾ നോക്കി നടക്കുകയാണ് അല്ലേ? ശ്രുതി ടീച്ചർ ഇപ്പൊ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് മലയാളം ഫസ്റ്റ് കേരള പാഠാവലിയുടെ പരീക്ഷയാണ് ആദ്യം. ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറയുന്ന പാഠം നിങ്ങൾ പഠിക്കുന്നുണ്ട്. സുസ്മേഷ് ചന്ദ്രോത്ത് എഴുതിയ അതിമനോഹരമായ ഒരു കഥയാണ് അല്ലെ. ആ കഥയിൽ ആരൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയോ? അഖിലും അമ്മുവും, രണ്ട് കുട്ടികളല്ലേ. അവരുടെ അച്ഛൻ രാജനും അതുപോലെ അമ്മയുമാണ് ഈ കഥയിലുള്ളത്. മനോഹരമായ കഥയാണ്. കഥ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാരത്തോണുകളും മിനി മാരത്തോണുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. ഇനി ഇടുക്കിയുടെ താജ്മഹൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈവിൽ വരാൻ ടീച്ചർ പറഞ്ഞു. എന്നാലും താജ്മഹൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? താജ്മഹൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിത്രത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ താജ്മഹൽ. ഈ താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഗ്രയിലാണ്. ആഗ്രയിലെ യമുനാ നദിയുടെ തെക്കൻ തീരത്താണ് ഈ ഒരു വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് എന്നാണ് പറയുന്നത്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് തൻ്റെ പത്നി മുംതാസിന് വേണ്ടിയിട്ട്, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു മഹൽ പണി കഴിപ്പിച്ചത് എന്നാണ് പറയുന്നത്. 10,000-കണക്കിന് തൊഴിലാളികളാണ് ഈ ഒരു മഹലിന് വേണ്ടിയിട്ട് എത്രയും വലിയ, എത്രയും മനോഹരമായ അല്ലേ ഈ മാർബിൾ ശില്പം പണി കഴിപ്പിക്കാനായിട്ട് ജോലി ചെയ്തത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ 3ാമത്തെ ഭാര്യയായിരുന്നു മുംതാസ്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മഹൽ പണിതത് എന്നാണ് പറയുന്നത് കേട്ടോ. താജ്മഹൽ എന്താണെന്ന് മനസ്സിലായി. ഇടുക്കിയുടെ താജ്മഹൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണണേ. ഇനി 5ാം ക്ലാസ്സിലെ പൃഥ്വി ബാച്ചിലെ എൻഡ് ഗെയിമിന്റെ അഡ്മിഷൻ തുടങ്ങുന്നുണ്ട്. എന്താണ് ഈ എൻഡ് ഗെയിം ബാച്ച്? നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ്. എല്ലാവരും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇതാ ഇപ്പോൾ ഈ ഒരു നമ്പറിൽ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കാണാം. അടിപൊളിയായിട്ട് പരീക്ഷ എഴുതണം കേട്ടോ.